അയാളായിരുന്നു സുന്ദര നഗരത്തിന്റെ തടവറയുടെ മേൽനോട്ടക്കാരൻ. അയാളുടെ മുഖത്ത് പരിക്ക് പറ്റിയ നിരവധി പാടുകൾ കാണാനുണ്ടായിരുന്നു. അയാളുടെ വായിലെ പല്ലുകൾ പലതും പൊട്ടിയിരുന്നു. നീലൻ പതിയെ തന്റെ പുതപ്പ് മാറ്റി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ അവന്റെ കണ്ണുകൾ അപ്പോഴും അടഞ്ഞിരിക്കുകയായിരുന്നു. തലയിന്നത്തെ പരിശീലനത്തിന്റെ വേദന അപ്പോഴും അവനിൽ നിന്ന് വിട്ടുമാറിയില്ല. പക്ഷേ കുറച്ചു സമയം കൂടി ഉറങ്ങുക എന്ന് തന്റെ ആവശ്യം നടക്കില്ലല്ലോ എന്ന ചിന്തയിൽ അവൻ തടവറയിലെ കൽക്കട്ടിലിൽ നിന്നിറങ്ങി നിശബ്ദമായി തന്റെ കീറിയ വസ്ത്രങ്ങൾ വൃത്തിയാക്കി ധരിച്ചു. വേഗമാകട്ടെ, ഇവൻ ദിവസം ചെല്ലുന്തോറും വഷളായി വരികയാണ്. കിട്ടുന്ന ശിക്ഷയൊന്നും പോരെന്ന് തോന്നുന്നു. ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് ഇവനെ പുറത്തേക്ക് കൊണ്ടുപോവാ. തടവറയുടെ ചുമതലക്കാരൻ അത്രയും പറഞ്ഞുകൊണ്ട് ഒപ്പം വന്നവർക്കൊരു സൂചന നൽകി. നീലകണ്ഠന്റെ തലയിൽ ശക്തമായി അടിച്ചു. അതോടെ അയാളുടെ പിന്നിലുണ്ടായിരുന്ന ആളുകൾ മുന്നോട്ട് വന്ന് നീലന്റെ കൈകളിലും കാലുകളിലും ചങ്ങല വരിഞ്ഞു മുറുക്കി. കട്ടിയുള്ള ഒരു തൂകൽ കവചം നിർബന്ധിച്ച് അവനെ ധരിപ്പിച്ചു. ശേഷം അവനെ പിടിച്ചു കെട്ടി പരിശീലനം നടക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോയി. പരിശീലനം നടക്കുന്നത് ഒരു വലിയ മൈതാനത്തിലായിരുന്നു. സുന്ദര നഗരത്തിലെ പ്രധാന ശിഷ്യന്മാരുടെ പരിശീലന മൈതാനമായിരുന്നു അത്. പ്രവേശന കവാടത്തിന്റെ ഇരുവശത്തും വലിയ വെളുത്ത കൽത്തൂണുകൾ ഉണ്ടായിരുന്നു. അവയിൽ സിംഹത്തിന്റെ പ്രതിമകൾ സ്ഥാപിച്ചിരുന്നു. മൈതാനത്ത് പച്ച വസ്ത്രങ്ങൾ ധരിച്ച 30-ലധികം ശിഷ്യന്മാർ യുദ്ധകല അഭ്യസിക്കുന്നുണ്ടായിരുന്നു. മുഖ്യ ഗുരു എല്ലാത്തിനും നേതൃത്വം കൊടുത്തുകൊണ്ട് മധ്യത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ആ 30 പേരായിരുന്നു സുന്ദര നഗരത്തിലെ പ്രധാന പോരാളികൾ.